ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പൊന്നാനിയിൽ നിന്ന് പെരിങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ അബി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ രാവിലെ ഒന്ന് നേരത്തെ എണീറ്റുണ്ടായിരുന്നു. നമുക്ക് പോകേണ്ട കാരണം കാലത്ത് തന്നെ പോകാൻ വിചാരിച്ചിട്ടാണ്. 10-10:30 ആകുമ്പോഴത്തേനും അച്ഛനോട് വണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് പോകാമല്ലോ വിചാരിച്ചപ്പോൾ അമ്മോട് ഞാൻ ലീവ് ആക്കണ്ട പറഞ്ഞു. കാരണം ഇപ്രാവശ്യം അമ്മ ഒരുപാട് ലീവാണ്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പോകണ കാര്യം ലീവൊന്നും ആക്കണ്ട, ഞങ്ങൾ 10:30 ആകുമ്പോഴത്തേനും പോകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കാലത്ത് പണിക്ക് പോകാനുള്ള പരിപാടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പോൾ തന്നെ അമ്മ പോട്ടെ. ഈ കൊല നമുക്ക് കൊണ്ടുപോകാനുണ്ട്, നല്ല ഒരുപാട് കൊലകളുണ്ട് ഇവിടെ നിന്ന്. അപ്പം അതിലൊരെണ്ണം ചെരിഞ്ഞ് കിടന്നിരുന്നല്ലോ വാർപ്പിൻ്റെ മുകളിലേക്ക്, അപ്പോൾ അത് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ വെട്ടി വെച്ചു കേട്ടോ, കറ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ ഇതാ പോയി. അമ്മ ഹരിതകർമ്മസേനയിലാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയത് അവിടുത്തെ അമ്മയത് ഹരിതകർമ്മസേനയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് കാലത്ത് ഉണ്ടാക്കണത് ഭൂരിയാണ് കേട്ടോ, ഭൂരിയും ഇഷ്ടവും. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. ഒരു മാർബിളിൻ്റെ ഗ്രാനൈറ്റിൻ്റെ ഇതിൻ്റെ അറിലൊരു പീസ് ഉണ്ട് കേട്ടോ, നല്ല രസമാണ് അതുമ്മേ ഇട്ട് പരത്താൻ. അപ്പോൾ അതുമ്മലാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. പിന്നെ മസാല ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരത്തലൊക്കെ കഴിഞ്ഞു, എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ ഭൂരി ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി പൊള്ളച്ച് വരും കേട്ടോ. ആദ്യമൊന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊള്ളച്ചിരുന്നില്ല, പിന്നെയാണ് അതിൻ്റെ ഓരോ ട്രിക്കുകളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ എപ്പോഴും നല്ല നൈസായിട്ട് പരത്തും, അപ്പോൾ പിന്നെ പൊള്ളയ്ക്കാൻ പണിയിരുന്നു. ഇപ്പോൾ കുറച്ച് കട്ടിക്ക് പരത്തും, അപ്പോൾ വേഗം പൊള്ളച്ച് വരും. ഹലോ, അപ്പോൾ നമ്മളിന്ന് പെരിങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. 10 മണിയാകുമ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 8:45 കോഴി ഭയങ്കര സംഭവമാണ്. 8:45 അപ്പോഴേക്ക് കുറച്ച് തിരുമ്പാനുണ്ട് അവിടെ കിടക്കണത്. അതാണ് തിരുമ്പിടെ വിചാരിച്ചു. തിരുമ്പിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ഭാരം കൂടും, അത് കാരണമാണ് നമ്മൾ കഴുകിയിട്ട് പോകണത് കേട്ടോ. അപ്പോൾ എന്താണ് രുദ്രുവിനെ ഇവിടുത്തെ നമ്മളെ പിള്ളേർ ദേവുട്ടിക്ക് നമ്മൾ കറുപ്പുടുപ്പ് അടിക്കാൻ കൊടുത്തിരുന്നു. അവൾക്ക് പാറുവിന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്നാണല്ലോ കൊണ്ടുവന്നത്, അപ്പോൾ അവൾക്ക് ഇപ്രാവശ്യം ഇവിടുന്ന് എടുത്തുണ്ടായി. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ച സമയത്താണ് അച്ഛന് വയ്യാണ്ടായിട്ടൊക്കെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ അമ്മ തുണി എടുത്ത് വെച്ചിട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വന്ന് പോകുമ്പോഴേക്കും മതി പറഞ്ഞിട്ട് ഇപ്പം അടിക്കാൻ കൊടുത്തിട്ട് സാധനം കിട്ടിയിട്ടില്ല, വാങ്ങാൻ പോയിട്ടുണ്ട് അവർ. അപ്പോൾ രുദ്രനായിട്ട് അങ്ങോട്ട് പോയിക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേഗം തിരുമ്പൽ കഴിച്ച് വെച്ചാൽ ഉണക്കാൻ പറ്റിയെങ്കിൽ ഉണക്കണം, ഇല്ലെങ്കിൽ അമ്മ വന്നിട്ട് ഉണക്കും. അപ്പോൾ അതാണ് കഴിച്ച് വെക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ചായ ഒന്നും കുടിച്ചിട്ടില്ല, അമ്മ വന്നിട്ട് ഒരുമിച്ച് അവിടേക്ക് വെച്ചിട്ടോ. അപ്പോൾ തിരുമ്പലാണ്. ഇവിടെ ഒരു സാൻവി കോച്ചുണ്ട് കേട്ടോ, സാൻവി അതാണ്ട ഉണ്ണി വെച്ചിട്ട് വന്ന് നോക്കിയതാണ് അവൾ. അപ്പോൾ എല്ലാവരും പോയേക്കണം. അപ്പോൾ തിരുമ്പൽ വേഗം കഴിക്കാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ചായ കുടിക്കുമ്പോഴേക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് ഒക്കെ കഴിച്ചു. കാരണം 10 മണിയാകുമ്പോൾ 10-10:30 ആകുമ്പോഴത്തേനും അച്ചായൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ റെഡിയായി നിൽക്കണമല്ലോ, ആളവിടെ വന്ന് വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. ഇന്ന് ഏറെ കാലത്ത് പോകേണ്ടതെന്ന് വെച്ചാൽ അവരിന്ന് മാല ഇടും. ഇന്ന് കാലത്ത് അവർ മാല ഇട്ടിട്ടുണ്ട്, പുലർച്ചെയൊക്കെ പോയൊക്കെ മാലടയിലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അമ്മയും ഏട്ടനും നമ്മളെ ദേവുട്ടിയും പാറട്ടിയൊക്കെ. അപ്പോൾ അത് കാരണക്ക് വേഗം ഒന്നാണ്ട് എത്തിയാൽ മതിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം ഒന്നാണ്ട് എത്തിയാൽ മതിച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ രുദ്രിപ്പോൾ അങ്ങോട്ട് അവരെ കൂടെ പോയ കാരണം, അവർ കൊണ്ടുപോയ കാരണം പിന്നെ തിരുമ്പൽ വേഗം കഴിക്കുക, അല്ലെങ്കിൽ അവൻ വെള്ളത്തിൽ വന്ന് കളിക്കും. അപ്പം പിന്നെ തിരുമ്പൽ കഴിഞ്ഞ് ഉണക്കാൻ നിൽക്കുന്ന ടൈമിലാണ് നമ്മളുടെ കുട്ടിപ്പട പോയവരൊക്കെ വരുന്നത് കേട്ടോ. മുന്നിലേ രുദ്രയാണ്, ബാക്കിലാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. അപ്പോൾ അവർ അടിച്ചത് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കാൻ പോയത് കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഏതായാലും അതിന് കഴുകണില്ല, എന്തായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയൊക്കെ മുക്കിയിട്ട് കുളിച്ചിട്ടേ കയറുള്ളൂ. അപ്പോൾ അപ്പം കഴുകാമല്ലോ ചോദിച്ചാൽ ഞാനത് അങ്ങനെ ഇനി ബാഗിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നത് ഇതാണ് കേട്ടോ, ഉടുപ്പ്, കറുപ്പുടുപ്പ്. ഞാനിവിടെ ഉണ്ടായിരുന്നൊരു ഉടുപ്പിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ക്യാമറ വെച്ചത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം. ധൃതി പിടിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഉടുപ്പാണ്. കറുപ്പുടുപ്പാണ്, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതിനിങ്ങനെ കൈയുണ്ട്, ഒരു ഇത്തിരി ചിറക് പോലെ, മറ്റേത് ഷിമ്മി പോലെ കൈയില്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് 2 ഉടുപ്പ്. പിന്നെ നമ്മൾ അന്ന് പുറത്തേക്ക് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. എന്താണ് അവർക്ക് 2 ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പാറുവിനും ദേവുവിനും. അതവർ കുറേ മുന്നേ പറയാൻ തുടങ്ങിയത്. അവർക്ക് പെയിൻറ്റ് അവരച്ഛൻ കൊടുന്ന് കൊടുത്തിരുന്നു. അപ്പം അന്ന് ഡ്രോയിങ് ബുക്കും കൂടി ഡ്രോയിങ് ബുക്കല്ലേ കളറിങ് ബുക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ കടയിൽ കണ്ടപ്പോൾ എനിക്ക് അവരാ ഓർമ്മ വന്നപ്പോൾ ഞാൻ
വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ വരാതെ ഞാൻ ഇവിടെ മാറി നിന്നപ്പോഴേ എന്നാ വരുമ്പോൾ കൊണ്ടുവരാന്നൊക്കെ ചോദിക്കാം. അവർക്കിപ്പോൾ ഇതെന്താ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അമ്മ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. സർപ്രൈസായി കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാട്ടെ ഈ 2 ബുക്കുകൾ. അപ്പോൾ രണ്ടാൾക്ക് 2 തരാണ് വാങ്ങിയത്. ഒരേപോലത്തെ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഒക്കെ സിൻഡ്രല്ലയുടെ രണ്ടെണ്ണം കിട്ടിച്ച് നന്നായി ഉണ്ടായിരുന്നു, അപ്പോൾ കിട്ടിയില്ല. പിന്നെ നമ്മളെ ഗണപതി സ്വാമിയുടെയാണ്. പിന്നെ കുഴപ്പമില്ല, അതിൽ ഗണപതി തന്നെ പല പോസ്റ്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ആയിക്കോട്ടെ വിചാരിച്ചു. ഇത് പിന്നെ അമ്മച്ചൻ്റെ വകയാണ് കേട്ടോ, ബിങ്കോടെ ലേസ്. അമ്മച്ചൻ ലേസിൻ്റെ ആളാണ്. അവർ വന്നാൽ ലേസ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോൾ അമ്മച്ചനോട് ലേസ് വാങ്ങിത്തായോ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അമ്മച്ച അത് കേട്ടിട്ട് ഇന്നലെ തന്നെ കൊടുന്നു തന്നിട്ടുണ്ടായി. പിന്നെ അതാ ബെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടത് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഓഫർ റേറ്റിന് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ചേച്ചി ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല നല്ല തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫറിന് 200 സംതിങ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ്. കുഴപ്പമില്ല തോന്നി, അപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു സാനിറ്ററി പേഡ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ആ കടയിൽ പോയപ്പോഴേ അവർക്ക് ഇതുപോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഓഫറാണ്, നല്ല വാങ്ങിച്ചുകൂടെ, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് നമ്മളെ കയ്യിൽ വേറൊരു ഇതുപോലെ വലിയൊരു പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിയില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കേണ്ട, അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിയൊക്കെ, എന്തായാലും നമുക്കിത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഉണ്ണിയുടെ രുദ്രുവിൻ്റെ 1-2 പാമ്പേഴ്സ് പാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇനിയിപ്പോൾ അത് അത്യാവശ്യമാണ്. സ്വാമിമാരുള്ള കാരണം എപ്പോഴും അവനിങ്ങനെ ചീച്ചി ഒഴിച്ചാലൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കവറിൽ ഞാൻ പാക്ക് ചെയ്തുള്ളത് കേട്ടോ. ഈ ഞാൻ ഡ്രസ്സ് മാറ്റാൻ നോക്കുകയുണ്ട്. അപ്പോൾ ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വെള്ളം വരുന്നുണ്ട്, വെള്ളം എന്തായി നോക്കട്ടെ. അപ്പോൾ വെള്ളം ഉള്ളത് മല്ലൊന്നരാടെ വെള്ളം വരുന്നത്. അപ്പോൾ വടക്കോളത്തൊക്കെ ഇതുപോലെ ബക്കറ്റിൽ വെള്ളം പിടിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ പിടിച്ചിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങളിത് മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് അച്ചായനെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ കാത്തിക്കാണേ. സാൻവിയാണ് കേട്ടോ അത്. സാൻവിക്ക് ഞങ്ങൾ പോണ കാരണം ഭയങ്കര വിഷമം. പോണ്ടാന്നാ പറയുന്നത്, നാളെ പോയാൽ മതി എന്ന് പറയുന്നത്. പാറുവിനോട് ഇവനോടൊക്കെ ഇങ്ങോട്ട് വായോന്ന്. അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ ഇനി ക്രിസ്മസ് വെക്കേഷന് വരാം, അപ്പം ഇവിടെ ഉണ്ടാവും, ഈ മാമനോടിക്ക് ചോദിച്ചപ്പോൾ ഞാൻ പോവില്ല, ഇവിടെ നിൽക്കാന്ന് അതൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളെ മാറ്റിലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആയിരിക്കണതൊക്കെ തന്നെ കൊണ്ടുപോകാനുള്ളൂ. ഇനി ഇത് അച്ചായം വരിക, കയറുക, പോവാ അല്ലേ. അച്ഛനുള്ള ചോറും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ പിടിച്ചു, ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിരിക്കും. ഞാൻ വന്നാൽ കുറച്ചുകൂടെ തിരുമ്പാണ്ട്. നമ്മുടെ കുറച്ച് ഡ്രസ്സുകളുണ്ട്, എനിക്കത് നേരം കിട്ടിയില്ല കഴുകാൻ. വെയിലൊക്കെ ഉള്ള ദിവസം തന്നെയാണ് ഇന്ന്. പിന്നെ അമ്മ ഉച്ചയ്ക്ക് തന്നെ വരും, ഇന്ന് നേരത്തെ പോയ കാരണം നേരത്തെ വരും. അപ്പം ഇനി നമ്മളിനി അവിടെ പോയിട്ട് അവിടെ സ്വാമി കുട്ടികൾ വിളിച്ചായിരുന്നു കേട്ടാ. അവർ കാലത്ത് തന്നെ മാലൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് അറിയാതെ കാണാൻ നമുക്ക്. അവന് ബാഗ് പിടിച്ച് താഴ്ത്തിക്ക് ഇടുകയാണേ. അവൻ ഉറക്കുണ്ട്, 6 മണിക്ക് എണീറ്റല്ലോ, എണീറ്റില്ല. ഇനിയിപ്പോ ഏതായാലും വണ്ടിയിൽ കയറിയിട്ട് ഉറങ്ങാലോ. ചാറ്റ കൊടുത്തേ. ആ ചാറ്റ ഉമ്മട്ട് കൊടുക്കട്ടാ. കൂറിയൊക്കെ പരത്തി അജോ. ഈ കോഴിക്ക് ഞങ്ങൾ പോയാലാവും സമാധാനം. പിന്നെ നമ്മളിതാ കൊല വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതിയെ കൊണ്ടുപോകണുള്ളൂ, പകുതി ഇവിടെ വെക്കും. പിന്നെ ഇതാ കൊണ്ടാവാളൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ അത് അച്ചായനെത്തി. അപ്പോൾ കൊലയുടെ മേലത്തെ 2-3 വരി നമ്മൾ പറിച്ചാട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കൂടുതൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം. നമുക്ക് പിന്നെ നൂരുമ്പായ കാരണം എന്തായാലും ചിലവായി പോവുമല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത കറാവേണ്ട വെച്ചാൽ കവർ വെച്ച് ഇതാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെരിങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പോവുകയാണെന്ന് പറഞ്ഞ കാരണമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉമ്മ കൊടുക്കലും ടാറ്റ കൊടുക്കലും ഒക്കെ തിരക്കായിരുന്നു. ഇതിലെല്ലാവർക്കും ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങി. ഞാൻ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു ഇറങ്ങാണ് പറഞ്ഞിട്ട്. പിന്നെ ഇത് അമ്മായിയോട് പറയുകയാണ് പോവാണ്, അമ്മായി പനിച്ച് കിടക്കുകയാണ് അവിടെ. അപ്പോൾ അതാ അച്ഛൻ പിന്നെ അവിടെ നിന്നോട്ട് അങ്ങോട്ട് ഇറങ്ങി വരാനൊന്നും പറ്റില്ല, അച്ഛനെ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുള്ള കാരണം. അപ്പോൾ അതാ അവരൊക്കെ യാത്ര പറഞ്ഞ് നമ്മളതിനെ യാത്ര അയക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം പോകുമ്പോൾ പിന്നെ അങ്ങനെ സങ്കടമൊന്നുമില്ല കേട്ടോ, സന്തോഷമാണ്. കാരണം പിള്ളേരുടെ അടുത്തേക്ക് വേഗം എത്താലോ എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലേ അവിടെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് അവർ പിള്ളേർ കൈ കാട്ടണ കാണാം. അപ്പോൾ അതാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കണത്. അപ്പോൾ അതാ ഇതിൽ കാണുന്നുണ്ട് അവരവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കണത്. അപ്പോൾ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വന്ന് ഒക്കെ മുക്കിയിട്ടും കുളിക്കലും പിന്നെ ഊണ് കഴിക്കണ തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് കൂവപ്പായസം ഉണ്ടാക്കി.
അതുപോലെ മേലൊക്കെ കഴുകി വിളക്ക് വെച്ച് സ്വാമിമാരേനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, കിണ്ടിയിലൊക്കെ വെള്ളം വെച്ചിട്ട്. അപ്പോൾ അത് അവരെത്തി. നമ്മളിവിടെ ആമക്കാവ് അമ്പലത്തിലേക്ക് കേട്ടത് പോയിരുന്നു. ഒരിടയ്ക്കിടയ്ക്ക് ഓരോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ദിവസം ഓരോ അമ്പലത്തിലൊക്കെ പോവുക. അപ്പോൾ അതാ എന്താണ് കുട്ടിസ്വാമികളും അച്ഛൻ സ്വാമി അച്ഛമ്മ സ്വാമി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ സുന്ദരീനെ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ സുന്ദരിയായിട്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.